ഹലോ, നല്ല നമസ്കാരം. കീപ്പ ഓസ്കോട്ട് പെർഗേസ് സംവിധാനം ചെയ്തിട്ടുള്ള ടാനിയ മസ്താനിയും റോസിഫ് സദർലാൻഡും കൂടി ചേർന്ന് അഭിനയിച്ച ഒരു കിടുക്കാച്ചി സാധനം. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും കൂടി അവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവർ ആളൊഴിഞ്ഞ ഒരു വനം കൂടി ചേരുന്ന ഒരു പ്രദേശത്ത് ഒറ്റയ്ക്കുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് അവരുടെ വിവാഹവാർഷികം ആഘോഷിക്കാൻ വേണ്ടി എത്തുകയാണ്. പെട്ടെന്ന് ഡോക്ടറായിട്ടുള്ള ഹസ്ബൻഡിന് ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി ആയിട്ടൊരു കോൾ വരുന്നു. അവിടെ നിന്നും അദ്ദേഹം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. വൈഫ് അവിടെ ആ ബിൽഡിങ്ങിൽ കുറച്ച് നിമിഷങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന കുറേ സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ കഥ. ലിസും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മാൽക്കവും, അങ്ങനെയാണ് ഇവരുടെ ഈ കഥാപാത്രങ്ങളുടെ പേര്. അഭിനയം കൊണ്ട് ഈ സിനിമയുടെ ലെവല് വേറെ എന്ന് തന്നെ പറയാൻ പറ്റും. ശരിക്കും നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്നത് പോലുള്ള ഒരു ഹൊറർ എലമെൻറ്റിനെ അല്ല ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഭയപ്പെടുത്തൽ അഭിനയത്തിലൂടെ ശരിക്കും ഒരു ഡ്രാമാറ്റിക് പെർഫോമൻസ് ഇതിൽ തന്നിട്ടുണ്ട്. അതിഗംഭീരമെന്ന് തന്നെ പറയാം. പ്രധാന കഥാപാത്രമായിട്ടുള്ള ലിസിനെ അവതരിപ്പിച്ചിട്ടുള്ള ടാനിയ മസ്താനി, പുള്ളിക്കാരുടെ അഭിനയം പിച്ചെടുത്ത് പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രകടനം. തുടക്കം മുതൽ അവസാനം വരെ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒറ്റപ്പെട്ടു പോയി ഇനി എന്തു ചെയ്യും, ഭയം, മാനസികമായ സമ്മർദ്ദം, മൊത്തത്തിൽ സംശയം, ആരെങ്കിലും എന്നെ കൊല്ലുമോ, മൊത്തത്തിലുള്ള ഒരു അങ്കലാപ്പ് എല്ലാം കൂടി ചേരുന്ന ആ ഒരു സ്വാഭാവികമായിട്ടുള്ള അഭിനയം ഉണ്ടല്ലോ, ഞെരുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ സാധാരണ ഹൊറർ മൂവികൾ കാണുന്ന കുറേ സാധനങ്ങളുണ്ട്, ജിമിക്കുകൾ എന്ന് പറയുന്ന ചില സാധനങ്ങൾ. ആ സാധനങ്ങളെ ഒന്നുമില്ലാതെ തന്നെ ആ ഒരു അന്തരീക്ഷം ബിൽഡ് ചെയ്തിട്ട് വിഷ്വൽ കുറേ സാധനങ്ങളും വച്ചിട്ട് വളരെ നിശബ്ദമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്ത് നമ്മളെ ഭയപ്പെടുത്തി. അതാണ് എനിക്ക് സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു കഥ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തെ ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റൈലും എനിക്ക് ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് ടെൻഷൻ നൽകാൻ വേണ്ടി സംഭാഷണങ്ങൾ വളരെ കുറച്ചുകൊണ്ട് ദൃശ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ നിശബ്ദതയുടെയും പിൻബലത്തോടു കൂടി നല്ല രീതിയിൽ ഭയത്തെ ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംവിധായകൻ്റെ ഒരുപാട് ഹൊറർ സിനിമകൾ മുൻപ് ഇറങ്ങിയിട്ടുണ്ട്. ഓസ്ഗുഡിൻ്റെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ അദ്ദേഹം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ, അതിലുപരി ഒരു ഫോക്ക് ഹൊറർ, ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ്. കാരണം നമ്മൾ മലയാളികൾ കാണുന്ന ഈ മന്ത്രവാദവും അങ്ങനെയുള്ള സാധനങ്ങൾ, അതോടൊപ്പം തന്നെ ഇതിൽ ഈ ഫാമിലിക്കകത്ത് ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ മറച്ചു വയ്ക്കുകയും അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരുപാട് കള്ളങ്ങൾ പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇതുണ്ട്. ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഇത് ഇത്തിരി കഥാപരമായിട്ട് ഇത്തിരി സ്ലോ ആയിട്ട് പോകുന്നതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമ കണ്ടിറങ്ങുമ്പോൾ ചില ട്വിസ്റ്റുകൾ ഫില്ല് ചെയ്യാതെ റീഫില്ല് ചെയ്യാതെ എംറ്റി ആക്കി ഇട്ടിട്ട് പോയിട്ടുണ്ട്. കാരണം ഒരുപാട് ട്വിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും, ഭാര്യയെയും ഭർത്താവിനെയും നമ്മൾ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന രീതിയിലുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയുടെ മെല്ലപ്പോക്കും അതും ഒരു ലാഗ് ഫീൽ, ഒരു ലാഗിൻ്റെ ഒരു സാധനം ഇതിൽ വന്നു പോകുന്നുണ്ട്. അതും ഇത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇത് കീപ്പേഴ്സ് ആ ഒരു നോവലിൻ്റെ മെയിൻ കണ്ടൻറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് ഈ സിനിമയെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇത്തിരി കൂടി ഗംഭീരമാകുമായിരുന്നു എന്നുള്ള ഇതും കൂടി പറയുവാനുണ്ട്. അതോടൊപ്പം തന്നെ ആക്ഷൻസിൻ്റെ കുറവ്,
ഹൊറർ എലമെൻറ്റ് മാറ്റിയിട്ട് ഇതുവരെ നമ്മൾ കണ്ടു പരിചയമുള്ള ആ ഹൊറർ എലമെൻറ്റുകളിലൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ പരീക്ഷണത്തിന് നിന്നു തന്നു എന്നുള്ളതും അത് ഒരു ബെസ്റ്റ് ത്രില്ലിംഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം അയ്യോ മറ്റത് ഫീൽ ചെയ്തില്ലല്ലോ, അങ്ങനെ എനിക്കൊരു 3 സംശയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ സിനിമയിൽ. അങ്ങനെ ഒരു ചില സാധനങ്ങളുണ്ട്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്നതിനപ്പുറം ഇതിൽ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ഹൊറർ എലമെൻറ്റുകൾ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ടും ക്യാമറയും നന്നായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. സൗണ്ടിന് വലിയ പ്രാധാന്യമില്ല, കാരണം ഒരുപാട് സൈലൻസാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് തന്നെ, സൈലൻസ് തന്നെയാണ്. അതുകൊണ്ട് ഒറ്റത്തവണ കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. താങ്ക്